കാടും മേടും കോടമഞ്ഞും പിന്നെ നെഞ്ചിടി പേറ്റുന്ന ഒരു ഓഫ് റോഡ് യാത്രയും. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ. വെറുമൊരു യാത്രയല്ല മക്കളേത്. എറണാകുളത്തിൻ്റെ ഹിഡൻ ജെം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മാമലകണ്ടം മുനിപ്പാറയിലേക്കുള്ള ഒരു കിടിലൻ അഡ്വഞ്ചർ. ദ പോപ്കോൺ എംപയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീറ്റ് ബെൽറ്റ് ഇട്ടോ, നമ്മൾ പറക്കാൻ പോവാ. ടൗണിലെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കാടിൻ്റെ ഓരത്തെത്തി. ഇനി അങ്ങോട്ട് ടാറിട്ട റോഡില്ല, റബ്ബർ തോട്ടങ്ങളും മൺപാതകളും മാത്രം. മഴ പെയ്തതുകൊണ്ട് വഴി ആകെ സെറ്റാണ്, അതായത് നല്ല വഴുക്കലുണ്ടെന്ന്. സാധാരണ വണ്ടികൾക്ക് ഇങ്ങോട്ട് നോക്കുക കൂടി വേണ്ട. നമ്മുടെ വിശ്വസ്തനായ ജീപ്പ് ഡ്രൈവർ റെഡിയാണ്. 4 വീൽ ഡ്രൈവ് ഇല്ലാതെ ഇങ്ങോട്ട് കയറുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാണുമ്പോൾ ഇതൊരു പാലമാണെന്ന് തോന്നും, പക്ഷെ അല്ല. ഇത് നമ്മുടെ വഴി തന്നെയാണ്. കാടിൻ്റെ നടുവിലൂടെ പച്ചപ്പിൻ്റെ കുളിർമയേറ്റ് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. ഇനി എങ്ങോട്ട് കാഴ്ചകൾ മാത്രമല്ല, വഴിയും കുറച്ചുകൂടി കടുപ്പമാകും കേട്ടോ. ഗൈസ്, കളി മാറുകയാണ്. ഇനിയാണ് അസൽ ഓഫ് റോഡ്. വഴി കണ്ടോ, വെറും പാറക്കെട്ടുകളാണ്. ജീപ്പ് ഓരോ വശത്തേക്കും ചായുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് കാണും. വണ്ടിക്കുള്ളിൽ ഇപ്പോൾ ഒരു മിക്സിയിലിട്ട അവസ്ഥയാണ്. കുലുങ്ങി കുലുങ്ങി കുടൽമാല വരെ പുറത്തു വരുമെന്ന് തോന്നുന്നു. പക്ഷേ അതാണ് ഈ ട്രിപ്പിൻ്റെ വൈബ്. നമ്മുടെ ഡ്രൈവർ വേറെ ലെവൽ സ്കില്ലാണ്. പുള്ളി കൂളായിട്ട് വണ്ടി കയറ്റുവാണ്. കാണാൻ തന്നെയില്ല, മുഴുവൻ ചെളിക്കുണ്ടാണ്. മഴ പെയ്തത് കൊണ്ട് നല്ല വഴുക്കലുണ്ട്. ജീപ്പിന്റെ ടയർ പോലും ഇതിൽ പിടിക്കാൻ പാടുപെടുകയാണ്. ഇതിലൂടെ വണ്ടി മുകളിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ ടാസ്ക് തന്നെയാണ്. കാണുന്നതാണ് മുനിപ്പാറ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണ്ട് മുനിമാർ തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്ത ഇടമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ആൾതാമസമുണ്ടായിരുന്നതിൻ്റെ ചില അവശേഷിപ്പുകൾ ഇപ്പോഴും കാണാം. കാടിൻ്റെ നടുവിൽ ഈ പാറപ്പുറത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ്, അത് ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കും. വെറുമൊരു പാറയല്ല ഇത്, പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിസ്മയമാണ്. പരന്നു കിടക്കുന്ന ഈ പാറക്കെട്ടിലൂടെ ആകാശത്തോട് കുറച്ചുകൂടി അടുത്ത്. മുനിമാർ എന്തുകൊണ്ടാണ് ഈ സ്ഥലം തപസ്സിനായി തിരഞ്ഞെടുത്തതെന്ന് ഇവിടെ വന്നാൽ മനസ്സിലാകും. അത്രയ്ക്കും ശാന്തമാണ് ഇവിടെ.
അങ്ങനെ ആ കല്ലും മുള്ളും താണ്ടി നമ്മൾ സ്വർഗത്തെത്തി. മാമലകണ്ഠ മുനിപ്പാറ എന്തല്ലേ, കോടമഞ്ഞ് വന്ന് മൂടുന്ന മലനിരകൾ, വീശിയടിക്കുന്ന തണുത്ത കാറ്റ്. പണ്ട് മുനിമാർ തപസ് ചെയ്തിരുന്നത് കൊണ്ടാണത്രേ ഇതിന് മുനിപ്പാറ എന്ന പേര് വന്നത്. സത്യം പറയാലോ, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം അത് അനുഭവിച്ചു തന്നെ അറിയണം. ഫോട്ടോ എടുക്കാൻ ഇതിനും പറ്റിയ വേറൊരു ലൊക്കേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. വണ്ടി വിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കാം. ചുറ്റും പച്ചപ്പ്, ദൂരെ വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കാം. ലക്ഷ്യം വേറൊന്നുമല്ല, നല്ല ഐസ് പോലത്തെ വെള്ളത്തിലൊരു നീരാട്ട്. എല്ലാവരും ഫുൾ ആവേശത്തിലാണ്. ഓഫ് റോഡിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റാൻ മാമലകണ്ഠത്തെ ആ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അതാണ് ഇനിയുള്ള പ്ലാൻ. നടന്ന് നടന്ന് നമ്മൾ ആ ശബ്ദത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേൾക്കുന്നില്ലേ? മാമലകണ്ഠത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തെളിനീർ. നോക്കൂ, പാറക്കെട്ടുകളെ തഴുകി പതഞ്ഞൊഴുകി വരുന്ന ഈ വെള്ളത്തിന് എന്തൊരു ഭംഗിയാണ്. ഇത് വെറുമൊരു വെള്ളമല്ല കേട്ടോ, കാടിൻ്റെ തണുപ്പാണ്. അടിയിലെ ചെറിയ കല്ലുകൾ വരെ കാണാൻ പറ്റുന്നത്ര ക്രിസ്റ്റൽ ക്ലിയർ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സ് പാതി നിറയും. പക്ഷേ കണ്ടു നിന്നാൽ മാത്രം പോരല്ലോ, ഇതിലേക്ക് ഒരു ഇറക്കമുണ്ട്. ആദ്യം കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒന്നൊന്നര ഷോക്കാണ്. സിരകളിലൂടെ ഒരു തണുപ്പങ്ങ് പാഞ്ഞു കയറും. പിന്നെ മടിക്കണ്ട, അങ്ങ് മുങ്ങിക്കോ. ഓഫ് റോഡിൻ്റെ ക്ഷീണവും വെയിലും പൊടിയുമെല്ലാം ആ ഒരൊറ്റ മുങ്ങലിൽ അലിഞ്ഞു പോകും. സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളം തെറിപ്പിച്ചും നീന്തിയും തിമിർക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളും മാനസികമായി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നില്ലേ? അതാണ് മാമലകണ്ഠത്തിൻ്റെ മാജിക്. നോക്കൂ, ഒന്നൊന്നര നീന്തലാണ്. ആറ്റിലെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുമ്പോൾ വേറെ ഒന്നും ഓർമ്മ വരില്ല. കൂട്ടുകാരത്ത് വെള്ളം തെറിപ്പിച്ചും മുങ്ങാങ്കുഴിയിട്ടും ശരിക്കും നമ്മൾ കുട്ടിക്കാലത്തേക്ക് തിരിച്ചുപോയ പോലെ. ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ആസ്വദിച്ച് തന്നെ തീർക്കണം. ഇതാണ് മാമലകണ്ഠത്തിൻ്റെ യഥാർത്ഥ ഹൈലൈറ്റ്. എത്ര നേരം വേണമെങ്കിലും ഈ വെള്ളത്തിൽ കിടക്കാം. നല്ല ഒഴുക്കുള്ള തെളിനീരിൽ, പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു കുളി. മനസ്സിനും ശരീരത്തിനും ഇതിലും വലിയൊരു റീഫ്രഷ്മെന്റ് വേറെ കിട്ടാനില്ല. ഒഴുക്ക് കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. വെള്ളം നല്ല ഫോഴ്സിലാണ് വരുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, ആഴം കുറവാണ്, നല്ല സേഫാണ്. ആ ഒഴുക്കിലെതിരായിട്ട് നിന്ന് ദേഹം മുഴുവൻ ആ തണുപ്പ് ഏറ്റുവാങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ എവിടെയും കിട്ടില്ല. പാറയിൽ പിടിച്ച് ആ ഒഴുക്കിൽ അങ്ങനെ കിടന്നാൽ മതി, ഒരു ഒന്നൊന്നര മസാജ് കിട്ടും. ക്ഷീണം മാറാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാമലകണ്ഠം വിശേഷങ്ങൾ. ഓഫ് റോഡും പ്രകൃതിയും ഇഷ്ടമുള്ളവർ ലൈഫിൽ ഒന്നെങ്കിലും ഇവിടെ വന്നിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ ഫ്രം ദ പോപ്കോൺ എംപയർ.